ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു മെഹന്തി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 5 മണിയാകുമ്പോഴേക്കും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിസിപ്പൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് ഈവനിങ്. നമസ്കാരം. എൻ്റെ പേര് ഷദാ ഫർവിൻ. ഒരാൾക്കാർക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് നമ്മളെ മെഹന്തി ഫെസ്റ്റിലുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഒന്ന് കൈയ്യൊക്കോ? എന്താണ്? ഒന്ന് കൈയടിക്ക് നല്ലൊരു കൈയടിച്ചേ. യെസ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ മെഹന്തി ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പേര് വിളിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് വരാം കേട്ടോ. ജുമാന മുജീബ്, ഷഹന ഷെറിൻ, ജസ്ല ഷെറിൻ. അപ്പോൾ ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അവർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ടൈം 45 മിനിറ്റിൽ ഒരു കയ്യിൽ മൈലാഞ്ചി ഇടാനായിരുന്നു. ഭയങ്കര നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തിടുന്ന ടൈമിൽ കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ പാട്ടൊക്കെ പാടിപ്പിച്ച് നല്ല അങ്ങനെ മത്സരം കഴിഞ്ഞു. ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമാണ് കേട്ടോ. സൗണ്ട് ഒന്നും ഇല്ലാത്തത്. ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മള് എല്ലാരും തീരെ ക്ഷമല്ലാതെ ഇരിക്കുകയാണ്. നമ്മുടെ മെഹന്തി ഫെസ്റ്റിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അനൗൺസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊന്നും പൊളിക്കാൻ പറ്റൂല എന്നാണ്. അന്ന് ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1-2 സോങ് കഴിഞ്ഞതിന് ശേഷമാണ് റിസൾട്ട് അനൗൺസ് ചെയ്തത്. അപ്പൊ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. അപ്പൊ 2 ടേം ആയിട്ട് ജഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിയത്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ ചെറിയ മക്കളും വലിയ ആൾക്കാരും എല്ലാവരും ഒരുമിച്ചാണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് ഭയങ്കര പാടായിരുന്നു. അപ്പം മുഖത്തേക്ക് നോക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്തത്, മാർക്ക് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമ്മള് അനൗൺസ് ചെയ്യാണ്. ആദ്യം 3rd പ്രൈസ് ആണല്ലോ അല്ലെ. അപ്പോൾ 3rd പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഷഹന ഷെറിൻ. 3rd പ്രൈസ് ഷഹന ഷെറിൻ. നെക്സ്റ്റ് 2nd പ്രൈസ് ജസ്ല ഷെറിൻ. പോരട്ടോ, കയ്യടി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കും കിട്ടാം. നല്ലൊരു കയ്യടി കൊടുക്കുക. ഇനി 1st പ്രൈസ് ആണ് അനൗൺസ് ചെയ്യാൻ പോണത്. അപ്പോ ആകാംക്ഷ കേട്ടോ, ആകാംക്ഷയല്ലേ മൊത്തം. പിന്നെ നമ്മൾ 1st പ്രൈസ് നേടിയിട്ടുള്ളത് ജുബൈരിയ. അപ്പൊ എന്തായാലും വിജയികൾക്ക് 1000 അഭിനന്ദനങ്ങൾ. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഫസ്റ്റ് കിട്ടും എന്നുള്ളത്. ഒരുപാട് സന്തോഷമായി. അപ്പൊ ഇവർക്ക് സമ്മാനം നൽകാനായിട്ട് നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പൊ അവരെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ശോഭ ജ്വല്ലേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് സവാർ, നൗഫൽ, നമ്മുടെ മാനുകാക്ക ആൻഡ് അബുവാജി, അവരെല്ലാവരെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടുകൂടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് KT സാജിദ, നമ്മുടെ വാർഡ് മെമ്പർ PK സെയ്ദ്, ഇവരെല്ലാവരെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞാല് ഉഷാറുണ്ടാവോ? ഫസ്റ്റിന്റെ സമ്മാനം എന്താണ്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് കിട്ടിയ ആൾക്ക് എന്താണ് സമ്മാനം? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അനൗൺസ് ചെയ്യാം. ഇതിൽ ആരാണ്? ജുബൈരിയ ആരാണ്? യെസ്. അപ്പോ ആ ഒരു ഭാഗ്യശാലിക്ക് ഇന്ന് ശോഭ ജ്വല്ലേഴ്സ് നൽകുന്നത് ഡയമണ്ട് റിംഗ് ആണ്. എന്നാലും കയ്യടിയില്ല. യെസ്. പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 3rd പ്രൈസ് വിന്നർ ഷഹന ഷെറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകാനായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ
സമ്മാനം നൽകാനായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ PK സയ്യിദ്. വേദി അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ഗസ്റ്റുകളെ ഞാൻ ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. ശോഭ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടേഴ്സ് മജീദ്, സവാദ്, നൗഫൽ. അപ്പോൾ തേർഡ് പ്രൈസ് വിന്നർ ഷഹന ഷരീൻ. അടുത്തതായിട്ട് സെക്കൻഡ് പ്രൈസ് വിന്നർ ജസ്ല ഷെറിൻ. സമ്മാനം നൽകാനായിട്ട് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് KT സാജിദ. അടുത്തതായി നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറാണ്. അപ്പോൾ ഇൻഷാല്ലാ പോലെ നല്ലൊരു കൈയോട് കൂടെ അവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് വിന്നർ ജുബേരിയ. സ്വന്തമാക്കിയിട്ടുള്ളത് ജുബേരിയ. സോ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. സമ്മാനം നൽകാനായിട്ട് നമ്മുടെ ശോഭ ജ്വല്ലേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മജീദ് ഖാൻ, സവാദ് ഖാൻ, നൗഫൽ ഖാൻ, മാർഗ ഖാൻ, അബു ഹജി. നല്ല കൈയ്യടിയാവാം. ഡയമണ്ട് റിംഗ് ആണ് ജുബേരിയ സ്വന്തമാക്കിയിട്ടുള്ളത്. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റായിരുന്നു അത്. താങ്ക് യു ഓൾ.